PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന UDF വാദം പൊളിച്ച് കേന്ദ്ര സർക്കാർ രേഖ. സംസ്ഥാനങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ രേഖാമൂലം മറുപടി നൽകി. PM ശ്രീ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്നും വിദ്യാഭ്യാസ സഹമന്ത്രിയുടെ മറുപടിയിലുണ്ട്. മുഖ്യമന്ത്രി കള്ളം പറയുന്നത് അവസാനിപ്പിക്കണമെന്ന് CPIM വിമർശിച്ചു. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട സാഹചര്യത്തിൽ ഇനി അതിൽ നിന്നുള്ള മാറ്റത്തെ സംബന്ധിച്ച് എന്ത് വേണമെന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ വാദങ്ങളൊക്കെയും കളവല്ലേ സർ? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും PM ശ്രീയിലെ പ്രതികരണങ്ങൾ കളവെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. മുസ്ലിം ലീഗ് MP PV അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ എന്ത് പ്രത്യാഘാതമുണ്ടാകുമെന്നായിരുന്നു അബ്ദുൽ വഹാബിന്റെ ചോദ്യം. പിന്മാറുന്ന സംസ്ഥാനങ്ങൾക്ക് PM ശ്രീ പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്ന് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല എന്നോ പിന്മാറിയാൽ മറ്റു ഫണ്ടുകൾ തടയുമെന്നോ മറുപടിയിൽ ഇല്ല. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരിയാണ് രാജ്യസഭയിൽ മറുപടി നൽകിയത്. വിഷയത്തിൽ UDF സർക്കാരിനെ കടന്നാക്രമിച്ച് ഇടതെമ്പിമാരുടെ പ്രതികരണം. എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം കളവ് പറയുന്നത്? കേരള സംബന്ധിച്ച് ഇതുപോലൊരു വഞ്ചന ഇവർ കാണിക്കാൻ കഴിയും. ഇവരെ വിശ്വസിച്ച് എങ്ങനെ കേരള ജനതയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് UDF കൺവീനർ. പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഏതൊക്കെ സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് UDF തീരുമാനിക്കും. പിന്മാറാനാകാത്ത സാഹചര്യമാണ് എന്ന് പറയുന്നത് കള്ളമല്ലേ? PM ശ്രീയിൽ തെറ്റു ചെയ്തത് LDF സർക്കാർ എന്ന് ആവർത്തിക്കുന്നു UDF. അവരുണ്ടാക്കിയ അവരുടെ ഒരു ക്രിയേഷൻ നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട് ആസൂത്രിതമായിട്ട്. അത് തീർച്ചയായിട്ടും ആ വികൃതിയൊന്നും നടക്കില്ല. കേരളത്തിൽ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്നും ഇതുവരെ PM ശ്രീ ഫണ്ട് വാങ്ങിയിട്ടില്ലെന്നും ഇന്നലെ ജബി മേത്തറിന്റെ ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രാലയം മറുപടി നൽകിയിരുന്നു. UDF MPമാരുടെ ചോദ്യത്തിന്റെ മറുപടി രാഷ്ട്രീയ ആയുധമാക്കാനാണ് LDF നീക്കം. റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ, ദില്ലി.